ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പ്രഭാതത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഓ ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമുക്കറിയാം മോശയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം യോശുവയെ തിരഞ്ഞെടുക്കുകയാണ്. ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ നയിക്കുവാനായിട്ട്, നായകനായിട്ട് യോശുവയെ തിരഞ്ഞെടുത്തായിട്ട് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ യോശുവയോട് ഉള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ദൈവം തമ്പുരാൻ ഹല്ലേലൂയ യോശുവയോട് പറയുകയാണ്, ഒരു മനുഷ്യനും ദൈവത്തിന് സ്തോത്രം ഒരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്ത വചനമായി എന്നിട്ട് പറയുകയാണ്, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. മോശയ്ക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളും ഹല്ലേലൂയ അനുഗ്രഹങ്ങളും എല്ലാം നിനക്കും ഹല്ലേലൂയ ഉണ്ടാകുമെന്ന് ദൈവത്തിന് സ്തോത്രം യോശുവയോട് ഹല്ലേലൂയ ദൈവം തമ്പുരാൻ വാസ്തവമായി പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ഹല്ലേലൂയ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മെ കൈവിടാത്തവൻ, നമ്മളെ ഉപേക്ഷിക്കാത്ത നല്ല കർത്താവ്, ദൈവത്തിന് സ്തോത്രം. പ്രതിസന്ധിയുടെയും പ്രശ്നത്തിൻ്റെയും ഭാരത്തിൻ്റെയും ഘട്ടത്തിൽ ഹല്ലേലൂയ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇവിടെ വായിക്കുക, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞവൻ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കത്തില്ല, നമ്മുടെ കൂടെയുണ്ട് എന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ എത്ര പേർക്ക് പറയുവാൻ കഴിയും, എന്നോട് വാക്ക് പറഞ്ഞവൻ, എന്നെ ഉപേക്ഷിക്കാത്തവൻ, എൻ്റെ കൂടെ ഇരിക്കുന്നവന്, എന്നെ കാലം നടത്തുന്ന ഒരു നല്ല കർത്താവ്. കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, നീ ഇല്ല, ദൈവത്തിന് സ്തോത്രം, ഉപേക്ഷിക്കുകയുമില്ല, അതേ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഉറപ്പ് കൊടുക്കുക. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല. ദൈവത്തിന് സ്തോത്രം. മോശയോടുകൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദൈവവചനം, പിതാക്കന്മാരോട് കൂടെ ഇരുന്ന ദൈവം ഹല്ലേലൂയ നമ്മോടും കൂടെ ഇരിപ്പാൻ അവൻ ശക്തനാ. പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല, നമ്മളെ ഉപേക്ഷിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുന്നു, ഹല്ലേലൂയവനായിരിക്കാൻ ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭജിച്ചു കൊടുക്കുമെന്ന്. ദൈവത്തിന് ഞാൻ പറഞ്ഞ ദേശം, ഞാൻ സത്യം ചെയ്ത ദേശം, ഞാൻ നിൻ്റെ പിതാക്കന്മാരോട് പറഞ്ഞത് അതേപടി നിവർത്തിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് യോശുവയോട് പറയുക. ഇതിനോടനുബന്ധിച്ചൊരു വാക്യം ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 6-ഉം 8-ഉം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വാക്യം കാണുവാൻ കഴിയുന്നു. ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് പറയുന്നത്, ബലവും ധൈര്യമുള്ളവനായിരിപ്പീൻ, അവരെ പേടിക്കരുത്, പ്രേമിക്കുകയുമരുത്. ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല. ഇവിടെയും അതാ പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ പോരും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവത്തിന് ആവർത്തന പുസ്തകത്തിൽ 31-ാം അധ്യായം മോശ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം മരിക്കാറായ സമയത്ത് ഹല്ലേലൂയ യോശുവയെ തിരഞ്ഞെടുത്തിട്ട് യോശുവയോട് പറയുന്ന കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ബലവും ധൈര്യമുള്ളവനായിരിപ്പീൻ, അവരെ പേടിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ശത്രുവിനെ പേടിക്കരുത്. എന്താ കാരണം? നീ ഹല്ലേലൂയ പ്രേമിക്കുകയും അരുത്, നിൻ്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുമെന്ന്. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് പ്രിയമുള്ളവരെ. നമ്മൾ കടന്നു പോകുന്ന സ്ഥാനത്ത്, നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ, ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മോട് കൂടെ പോരുന്ന ഒരുവനുണ്ട്, നമ്മുടെ കർത്താവായ യേശു. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും, എൻ്റെ കൂടെ എൻ്റെ തമ്പുരാനുണ്ട്. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും, ഏത് പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ കൂടി ഞാൻ കടന്നു പോയാലും എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. ഒരിക്കലും എന്നെ അവൻ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. എത്ര ദുഷ്ടൻ എന്നെ തകർക്കുവാൻ നോക്കിയാലും അവരുടെ മുമ്പിൽ എനിക്ക് ജയം നൽകി എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ സമയം നമുക്കൊന്ന് പറയുവാൻ കഴിയട്ടെ പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? എൻ്റെ കൂടെ ആരുണ്ട്? നിന്നോട് കൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുക. 8-ാം വാക്യം വായിക്കുന്നു, നിനക്ക് മുമ്പായി നടക്കുന്ന യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കും.
നടക്കുന്നു, മുൻപായി നടക്കുന്നു. ദൈവത്തിന് നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നു നല്ല ഇടയൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നു ഹല്ലേലൂയ, അവർക്ക് മുമ്പായി നടക്കുന്നു, അവരെ പേർ ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് മുൻപായി നടക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് മുൻപായി നടക്കുന്ന ഒരുവനാണ് നമ്മുടെ കർത്താവ്. മറന്നു പോകരുത്, നല്ല ഇടയനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. അവസ്ഥകളുടെ നടുവിൽ, ആവശ്യങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുക, മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. എവിടെ നീ കടന്നു പോയാലും, ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടി നീ ആയിരുന്നാലും നിന്നോട് കൂടെ ഇരിക്കും. എന്നിട്ടും ഇവിടെയും അതാ പറഞ്ഞ്, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, പ്രേമിച്ചു പോകരുത്, പേടിക്കുകയും ഭ്രമിക്കുകയും അരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെ മുന്നോട്ട് പോകും, എന്തു ചെയ്യും, എങ്ങനെ ആയിത്തീരുമെന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നില്ലേ പ്രിയമുള്ളവരെ? പേടിപ്പെടുത്തുന്ന അനേക ഹല്ലേലൂയ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടി കടന്നു വരുന്നില്ലയോ? എന്നാൽ ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന് മുമ്പാകെ എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ തമ്പുരാൻ നമ്മുടെ ഹല്ലേലൂയ കൂടെ ഉണ്ടെന്ന്. നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നീ പേടിക്കരുത്, നീ ഭ്രമിക്കരുതെന്ന ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വചനത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. വചനത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നമുക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് ഒരുക്കി തന്ന് നമ്മളെ മാനിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ കർത്താവിൻ്റെ തിരുപാദപീഠത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ ആയിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കാമില്ല എന്ന് പറഞ്ഞവൻ ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രതിസന്ധിയുടെയും പ്രശ്നത്തിൻ്റെയും കാലഘട്ടത്തിൽ കൂടി കടന്നു പോയാലും ഭാരപ്പെടേണ്ട, നമ്മോട് കൂടെയുള്ളവൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുവൻ, നമ്മളെ കരുതുന്ന, നമ്മെ അറിയുന്ന, നല്ലവണ്ണം അറിയുന്ന കർത്താവ്. ആ കർത്താവിൻ്റെ തിരുപാദത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഈ നല്ല വചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വചനത്തിന് ഭാഗം നമ്മളെ സമർപ്പിക്കാം. പരിശുദ്ധനായ കർത്താവ്, രാവിലെ സമയം ഞങ്ങൾക്ക് നല്ല വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ വചനത്തിന് ഭാഗം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൂടെയുള്ള ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുപാദത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.